ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചായക്കടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ബ്രെഡ് കട്ട്ലറ്റ്, ചിക്കനോ മുട്ടയോ ബീഫോ ഒന്നും വേണ്ട, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ബ്രെഡ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 പൊട്ടറ്റോ ഇവിടെ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നമ്മൾ ചൂടോട് കൂടി ഉടച്ചെടുക്കണം കേട്ടോ, എന്നാലാണ് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ പൊട്ടറ്റോ ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 4 ബ്രെഡാണ് ചേർക്കുന്നത്. ബ്രെഡിൻ്റെ അരികുവശമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കൈകൊണ്ടൊന്ന് പിച്ച് ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവാള കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഒരു കുഞ്ഞു സവാളയുടെ പകുതിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ ചാട്ട് മസാലയും ചേർക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ചാട്ട് മസാല ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ചാട്ട് മസാലയിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങനീര് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. നാരങ്ങനീര് ചേർത്ത് കഴിഞ്ഞപ്പോൾ കുരു പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കുരു ഒന്ന് എടുത്ത് മാറ്റിയിട്ട് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുത്താൽ മതി. പിന്നെ നമ്മൾ സാധാരണ കട്ട്ലറ്റ് മുട്ടയിലും ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ടാണല്ലോ ഫ്രൈ ചെയ്യാറ്. ഈ ബ്രെഡ് കട്ട്ലറ്റ് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് പിന്നെ ഡയറക്റ്റ് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ ഇത്രയും കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്താൽ മതി. കാരണം ബ്രെഡാണ് പിന്നെ പൊട്ടറ്റോ ആണ് ഒക്കെ കുക്കായതാണ്. അതുകൊണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ കണ്ടത് 2 വശവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ടുള്ള ഈസി ബ്രെഡ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ടൊമാറ്റോ സോസിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്നാണ് വിജയെ തിരഞ്ഞെടുക്കുന്നത്. ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്